സ്വാഗതം. തൊടുപുഴ പുതുക്കുളം നാഗരാജ ക്ഷേത്രം നാളെ ആയില്യം മഹോത്സവത്തിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ആയില്യം മഹോത്സവം ഈ നാടിൻ്റെ ഉത്സവമാണ്. എന്നാൽ നാളെ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങളും പതിനായിരക്കണക്കിനും ഭക്തജനങ്ങളും വന്നെത്തുന്ന ഈ വഴിയുടെ ഗതികേടൊന്ന് കാണുക. പൗരാണിക ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാന പ്രകാരം ക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ അകലെയുള്ള തെക്കേക്കാവിലേക്കുള്ള എതിരേൽപ്പ് പോകുന്ന വഴിയാണിത്. രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, വികസനത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെങ്ങും ഇതുപോലെ വഴി മോശമായി കിടന്നിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം മിക്ക സമയങ്ങളിലും പൈപ്പ് പൊട്ടി ലീക്കായി ഈ വഴി ഇതേ രീതിയിലാണ് കാണപ്പെടുന്നത്. പരാതി കൊടുത്താലും തൽക്കാലം ആരെയെങ്കിലും അന്തർ സംസ്ഥാന തൊഴിലാളികളെ വിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ബില്ല് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാന്യപ്രേക്ഷകരെ, ഇതാണ് പുതുക്കുളം നാഗരാജ ക്ഷേത്രം ഇല്ലത്തേക്കുള്ള വഴി. നാളെ ഇവിടുന്നാണ് ഘോഷയാത്ര വരുന്നത്. ഈ വഴിക്കാണ് പരവതാനി വിരിച്ച് ചരിത്രമായി നടക്കുന്നതാണ്. ഈ അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഈ റോഡ് ഇത്രയും വൃത്തികേടായി ഇത്രയോളം നശിച്ച് കിടന്ന ഇല്ലയെന്നാണ് ഭക്തജനങ്ങൾ പറയണത്. ഇതെന്തൊരു ഗതികേടാണ് നമ്മുടെ. ഇത് നോക്ക്, ഇതാണ് നാളെ ഇവിടെ ഉത്സവം നടക്കാനുള്ള അമ്പലത്തിൻ്റെ ഒരു വഴിയുടെ രീതിയാണ് ഈ കാണുന്നത്. ഇത് മാസങ്ങളോടുമായി ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് തൽക്കാലം വന്ന് ഇവർ എന്തെങ്കിലും അന്തർ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ട് പോകും. വീണ്ടും ഈ രീതിയിലാണ് എന്നാണ്. യാതൊരു ശാശ്വത പരിഹാരം തൽക്കാലത്തേക്കല്ലാതെ ഇത് ഭാവി കാലത്തേക്കുള്ള ഒരു പണികളും ഈ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ ഇവിടെ ഈ തൊടുപുഴ പ്രദേശത്തെങ്ങും നടക്കുന്നില്ല. പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലെ നാളെ നടക്കുന്ന ആയില്യം മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ തെക്കേക്കാവിലേക്കുള്ള എതിരേൽപ്പിനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഇങ്ങനെ മാസങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പരാതികൾ കൊടുത്തതാണ്. എന്നാലും അവർ ഇടയ്ക്ക് നന്നാക്കി വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നാളെ ഉത്സവം നടക്കുന്നതിൻ്റെ പേരിൽ അമ്പലത്തിൽ നിന്നും ശക്തമായ രീതിയിൽ തന്നെ അതിന് വിളിച്ചു പറയുകയും ഇല്ലെങ്കിൽ അമ്പലക്കാർ തന്നെ വഴി നന്നാക്കും എന്ന് പറഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ ഭായിമാരെ അല്ല 2 പണിക്കാരെ വിട്ട് നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നാളെയാണ് നടക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഉണങ്ങാനും ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അമ്പലം എന്ന രീതിയിലല്ല, നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ എല്ലാ റോഡുകളും വഴിയാത്രയ്ക്ക് നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയും വെള്ളത്തിൻ്റെ വാട്ടർ അതോറിറ്റി പൈപ്പിൻ്റെ ഗതിയും ഇതാണ്. കാലാന്തരണപ്പെട്ട് അത് ദ്രവിച്ച് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാറേണ്ട സമയം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത് അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇതൊക്കെ നേരത്തെ മുൻകൂർ ചെയ്ത് വളരെ പവിത്രമായി തന്നെ നമ്മൾ ആചരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഇപ്പോഴും നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ചരിത്രപ്രസിദ്ധമായ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവത്തിലേക്ക് എല്ലാ മാന്യ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നാട്ടുരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.